ഗൈസ്, എന്റെ ചാനൽ തുടങ്ങിയപ്പം എല്ലാരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പലരും നമ്മളെ തളർത്തിയെങ്കിലും ഏകദേശം 1 വർഷം എടുത്തു നമുക്ക് ഈ സൂപ്പർ ബൈക്ക് എടുക്കാനായിട്ട്. ആളെ കണ്ട ഞാൻ വലിയൊരാളാണ്. ഞാനിങ്ങനെ ബൈക്ക് എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇവൻ എന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഗൈസ്, അപ്പൊ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് ഒരു സൂപ്പർ ബൈക്ക് എടുക്കണമെന്ന് എനിക്ക് പണ്ട് പോലെ ഒരു ആഗ്രഹമായിരുന്നു. ഏകദേശം 1 വർഷം എടുത്ത് നമ്മൾ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട്. ഏകദേശം ഇപ്പൊ 8 മണിയായിട്ടുണ്ട്. 9:30 നമുക്ക് ട്രെയിനാണ്. ചെങ്ങന്നൂരിൽ നേരെ കണ്ണൂർക്ക് ഫസ്റ്റ് ഹാൻഡ് അല്ല നമ്മൾ എടുക്കാൻ പോകുന്നത്, സെക്കൻഡ് ഹാൻഡ് ഒരു സൂപ്പർ ബൈക്ക് തകർക്കാൻ പോവാണ്. ഗൈസ്, ഇപ്പം 10 മണിയായി, ഇതുവരെ ട്രെയിൻ വന്നിട്ടില്ല. 9 മണിക്ക് ഞങ്ങൾ വന്ന് പോസ്റ്റ് ആയതാ. ട്രെയിൻ നമ്പർ 1021. മലബാർ മറ്റേ കണ്ണൂരിലൊക്കെ പോകുന്നത് അതിലല്ലേ? ശരിയല്ലേ? 68 ആണോ? എത്ര അടുത്ത് 60 നോക്കി. ഒരു പണി കിട്ടിയിരിക്കുവാണ്. സംഭവം എന്ന് വെച്ചാൽ 14 സെപ്റ്റംബർ എടുത്തത്. ഇതിപ്പോ ജൂൺ ആയിരുന്നു. ചെറുതായിട്ടൊന്ന് മാസം മാറി. ഇപ്പൊ സീറ്റും ഇല്ല, ഒന്നുമില്ല. ലോക്കലിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ്. ഗൈസ്, ഇപ്പൊ ആകെ മൊത്തം ട്രാപ്പ് ആയിരിക്കുവാണ്. അളിയൻ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്, പക്ഷെ ട്രാപ്പായി. ഇപ്പൊ ലോക്കലിൽ നിൽക്കുന്ന അവസ്ഥയാണ്. റിച്ചായി പോകാനായി ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം അതുക്കും മേലെയാണ്. പിന്നെ എല്ലാവരോടും കഥയൊക്കെ പറഞ്ഞ് ചിൽഡായിട്ടാണ് അവിടം വരെ പോയത്. എവിടെയാടാ, ഇതോടെ ഉറക്കമാണോ? ഉറക്കമാണോ? ഗൈസ്, അങ്ങനെ ഞങ്ങൾ പയ്യന്നൂരെത്തി. പത്ത് മണിയായപ്പോഴാണ് ഇന്നലെ വൈകിട്ട് കയറിയത്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 8:30 രാവിലെ 5 മണിക്കാണ് സീറ്റ് കിട്ടിയത് ഇരിക്കാനായിട്ട്. ഫുള്ള് ട്രാപ്പായിട്ടിരിക്കുവാണ്. ഗൈസ്, അപ്പൊ ഇവനാണ് നമ്മുടെ ചെക്കൻ. ആരെ കണി കണ്ടിറങ്ങിയതാണെന്ന് അറിയത്തില്ല. മുടിഞ്ഞ പോസ്റ്റ്, എവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ. ഇന്നലെ ഗൈസ്, ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മണിയായി. കണ്ട ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുവാണ്. ഇനിയിപ്പോൾ തിരിച്ച് ഡ്രൈവ് ചെയ്യണം. ഇനി RTOയും കാണണം. സീന്. അങ്ങനെ ടാസ്ക് 2 കംപ്ലീറ്റ് ആയി. ഇനി ടാസ്ക് 3. അങ്ങനെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് 5 മണിയായി. ഇനി പെട്ടെന്ന് വീട്ടിൽ എത്തണം. അതും 390 കിലോമീറ്റർ കിടക്കുന്നു. അപ്പൊ ഗൈസ്, നമ്മള് വണ്ടി കൊണ്ട് ആളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇനി 390 കിലോമീറ്റർ നമുക്ക് പോകണം. ഉറങ്ങിയിട്ട് പോലും ഇല്ല ശരിക്ക്. അപ്പം ഹെവി ആയിരിക്കും യാത്ര. ഫസ്റ്റ് ടീ ബ്രേക്ക്. ഫസ്റ്റ് ബ്രേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 9 മണിക്കൂർ 55 മിനിറ്റ് ഉണ്ട്. 376 കിലോമീറ്റർ ഉണ്ട്. പെട്ടെന്ന് പറക്കണം.
നമ്മുടെ സെക്കൻഡ് ടീ ബ്രേക്ക്. ഇപ്പം 317 കിലോമീറ്ററോടെ ഇനിയാണ്. നാട്ടുമെല്ലാം പൊളിഞ്ഞ് പണ്ടാരമായിരിക്കുക. എങ്ങനെ എത്തുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇപ്പോഴാണെങ്കിൽ 7 മണിയുമായി. ഇപ്പൊ ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഇതുവരെ കോഴിക്കോട് പോലും എത്തിയിട്ടില്ല. ഇനി 17 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട്. നാട്ടുമെല്ലാം പൊളിഞ്ഞിരിക്കും. ഒന്നാതെ ഫ്രണ്ടിലോട്ട് ആഞ്ഞിരുന്ന് എപ്പം ചെല്ലുമെന്ന് ഒരു പിടുത്തവും ഇല്ല. നടുവിനെ അറിഞ്ഞപ്പോ നല്ല കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്കേണ്ടതായിട്ട് വരും തണുക്കാനായിട്ട്. നമ്മൾ കോഴിക്കോട് നിന്ന് ഫുഡ് കഴിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ നടക്കത്തില്ല. കാരണം ക്ലച്ച് പിടിച്ച് പണ്ടാര് മുടിഞ്ഞ് ട്രാഫിക് വേണം. അളിയന് ചെറുതായിട്ട് ഹീറ്റിംഗ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ അത് കാരണം സ്റ്റേ അടിച്ചിട്ട് 11 മണിക്ക് ശേഷം ആകുമ്പോൾ നമുക്ക് ട്രാഫിക്കും കുറവായിരിക്കും. ഇപ്പൊ തിരക്കിപ്പോ ഇത് കിടില വന്നാ പറഞ്ഞ അങ്ങനെ കയറുന്ന കേട്ടോ. ഇപ്പൊ ഏകദേശം 4 മണിക്കൂർ ആയതേ ഉള്ളൂ. ഇനിയും കിടക്കുന്ന 6 മണിക്കൂർ. മോകാണ്ട് കരിഞ്ഞിരിക്കുക. ഇനിയും കിടക്കും. ഇനിയിപ്പം 10 മണിയായിട്ട് ഞങ്ങൾ ഇറങ്ങുള്ളൂ ഗൈസ്. ഇപ്പം അല്ല ട്രാഫിക് ഭയങ്കര സീന. ക്ലച്ച് പിടിച്ച് ഞങ്ങൾ ചത്തിരിക്കുക. ഏതോനെ കണി കണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നലെ രാത്രി 5 മണി വരെ ഉറങ്ങിയിട്ടില്ല. ഇന്നും ഇനി ഉറപ്പില്ല. ഇനി ചെല്ലുമ്പോഴത്തേക്ക് 6 മണി എന്തായാലും ആവും. ഇപ്പൊ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡും കിട്ടുന്നില്ല. എന്തോ അവസ്ഥയാണ്. കെവിനെ എങ്ങനെയുണ്ടാ? മുഖമൊക്കെ കണ്ട് ചുമന്നൊക്കെ ഇരിക്കുന്നു. എന്ത് സംഭവം? നല്ല ടേസ്റ്റ്. ശുഭദിനം ഗൈസ്. അപ്പൊ നമ്മൾ തെറിക്കുവാണ് തിരിച്ച്. ഇനി ഏകദേശം ഒരു 6 മണിക്കൂർ യാത്രയുണ്ട്. രാവിലെ ഒരു 6 മണിയാവും മിക്കവാറും അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. എന്റെ അളിയ റോഡ് കണ്ടോളൂ. എന്നാ സുഖമാണല്ലേ. ഇത്രയും നേരം നമ്മൾ ക്ലച്ച് പിടിച്ച് പണ്ടാരമായി. ഇപ്പം കണ്ടോ ആരുമില്ല. സുഖം. അണ്ണാ ഫുൾ ടാങ്ക്. ഗൈസ് ഇനിയുണ്ട് 257 കിലോമീറ്റർ. ഗൈസ് ഇപ്പൊ ഏകദേശം 10:45. ഇത് ഏതാ സ്പോട്ടെന്ന് പോലും അറിയത്തില്ല. ഇരുന്നിരുന്ന് മടുത്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോ ഏകദേശം ഒരു 5 മണിക്കൂറോടെ യാത്രയുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു. ഇനിയിപ്പോ 250 കിലോമീറ്ററോളം ഉണ്ട്. ഇതിപ്പോ 236 കാണിക്കുന്നത്. എടാ നമുക്കേ ഒരു റൂം എടുത്ത് കിടന്നിട്ട് പോയാലോ? എനിക്ക് തോന്നുന്നില്ല അങ്ങ് ഒരു ചെല്ലുമെന്ന്. എന്താ മനുഷ്യ, എന്താ പറ്റിയേ? എടാ എന്നോണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ലടാ. 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ പാത വിളകി. ഇനി 5 മണിക്കൂർ എങ്ങനെ പോവാൻ? എടാ കൈയൊന്ന് തിരുമിക്ക്. വൈബ്രേഷൻ കാരണം ഫുള്ള് പോയിരിക്കും. ഒരച്ച്. ഓ ചുമന്ന് കൈയെല്ലാം ചുമന്ന്. ക്ലച്ച് പിടിച്ച് പണ്ടാര വേടാ.
എടാ പരിപാടി ഇറക്കുമെന്ന് തോന്നുന്നില്ല. 5 മണിക്കൂറോടെ ഇനിയും കാണിക്കുന്നത്. രാവിലെ 8 മണിയാവും ചെല്ലുമ്പോഴത്തേക്ക്. അപ്പൊ ഏകദേശം 199 കിലോമീറ്റർ. നമ്മൾ 390 തുടങ്ങിയത്. നമ്മുടെ ചലഞ്ചിന്റെ ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 4 മണിക്കൂർ 21 മിനിറ്റോടാണ് കാണിക്കുന്നത്. എന്തായാലും തെറിക്കുകയാണ്. ഇപ്പൊ ഏകദേശം 1 മണി ആയിട്ടുണ്ടേ. ഗൈസ്, ഇപ്പൊ നമുക്കിനി വെറും 3.25 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അതായത് ഏകദേശം 150 കിലോമീറ്ററോടെ ഉള്ളേ. ഏകദേശം ഒരു 6 മണിക്ക് എത്തുമായിരിക്കും എന്തായാലും. ഗൈസ്, അങ്ങനെ നമ്മൾ കൊച്ചിയിലോട്ട് വന്നിരിക്കുകയാണ്. 390 കിലോമീറ്റർ തുടങ്ങിയതാണ്. ഇനി ഏകദേശം 93 കിലോമീറ്ററോടെ ഉള്ളേ. ഏകദേശം 2 മണിക്കൂറോടെ. മനുഷ്യ എന്നാ പറ്റിയ നിങ്ങക്ക്? വയ്യ. എന്നാ പറ്റിയ? ഉറങ്ങിയില്ലല്ലോ. ഒട്ടും വയ്യ. നീ ഓടിക്കണ്ട. ഓടിക്ക. പിന്നെയും പണി പാളി. കട്ട മഴയായി. പിന്നെയും പോക്ക് മുടങ്ങി. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കോട്ടയമായിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു 44-40 കിലോമീറ്ററോടെ ഉള്ളൂ. ഇവനെ കണ്ണൊക്കെ ചുവന്ന് കിടക്കുന്നല്ലോ. എന്താ പറ്റി? 2 ദിവസമായിട്ട് ഉറക്കമില്ലാത്ത ഓട്ടോ. ഗൈസ്, അപ്പൊ ഇന്നലെ നമ്മൾ 5 മണിക്ക് ഇറങ്ങിയതാ. ഇന്ന് വന്നപ്പം 11 മണിയായി. ഏകദേശം 10 മണിക്കൂറാണ് നമ്മുടെ ഗൂഗിൾ ചേച്ചി നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഏകദേശം 17 മണിക്കൂറോളം ഞങ്ങൾ വണ്ടിയെ തന്നെ സ്പെൻഡ് ചെയ്ത്. കാരണം വേറൊന്നുമല്ല, മഴയായിരുന്നു. ആകെ മൊത്തം സീനായിരുന്നു. അങ്ങനെയാണ് പ്രശ്നമായത്. 2 ദിവസം ഫുള്ള് ഞങ്ങൾക്ക് കഷ്ടപ്പാടായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ട് സ്ലീപ്പറിന്റെ ടിക്കറ്റ് മാറിപ്പോയി. അങ്ങനെ ലോക്കലിൽ കയറി ഒരു തുള്ളി പോലും ഉറങ്ങാതെ ഒരു ദിവസം രാത്രി ഫുള്ള് ഞങ്ങൾ ആ ട്രെയിനിൽ തന്നെ സ്പെൻഡ് ചെയ്തു. രാവിലെ അവിടെ ചെന്നിട്ടാണെങ്കിലോ രാവിലെ മുതൽ ഓട്ടം ആർടിഒ എടുത്ത് അക്ഷയ സെന്റർ എല്ലായിടത്തും പോയി വന്നപ്പോഴത്തേക്ക് 5 മണിയായി. രാവിലെ അവരുടെ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഞങ്ങൾ കിടന്നുറങ്ങി. ഫുഡും ഇല്ല, നേരെ ഒന്ന് ഉറങ്ങിയിട്ടില്ല ഈ 2 ദിവസം. പക്ഷെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ശരിക്കും ഇവനാണ് ഈ വണ്ടിയുടെ ഓണർ.